സിനിമ എന്ന ആർട്ട് എൻ്റർടൈൻമെൻ്റ് എന്നതിനപ്പുറം വലിയൊരു സ്വാധീനം നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരു സിനിമ അത് നിർമ്മിക്കുന്ന ഫുൾ ക്രൂവിൻ്റെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളമുള്ള കഷ്ടപ്പാടാവും. 2-3 മണിക്കൂർ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ എടുക്കുന്ന സിനിമയുടെ കംപ്ലീറ്റ് ആയ ഒരു ഫോം നമ്മൾ കാണുന്നതല്ല. അങ്ങനെ നമ്മൾ കാണാൻ പാടാത്ത പലതും മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെയാണ് സെൻസർ ബോർഡ് എന്നത് സിനിമയ്ക്ക് വില്ലനാവുന്നത്. ഇക്കഴിഞ്ഞ വർഷങ്ങളിലും അല്ലെങ്കിൽ പ്രസന്റ് ടൈമിലുമായി നമ്മൾ സെൻസർ ബോർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ശരിക്കും എന്താണ് സെൻസർ ബോർഡ്? സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താവും പ്രശ്നങ്ങൾ എന്നൊക്കെ ജനനായകൻ പടം റിലീസാവാതിരുന്നപ്പോൾ മനസ്സിലുണ്ടായ ചോദ്യങ്ങളാണ്. ഒരു സിനിമ തിയേറ്ററിൽ റിലീസാവണമെങ്കിൽ ഉറപ്പായും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സെൻസർ സർട്ടിഫിക്കറ്റിന്റെ പിക്ചർ കാണിക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചു കാണും. സിനിമകളുടെ തിയേറ്റർ സ്ട്രീമിങ്ങിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മോണിറ്റർ ചെയ്യാനുള്ള ഇന്ത്യയിലെ അതോറിറ്റിയാണ് സെൻസർ ബോർഡ്. പ്രത്യേകിച്ചും സിനിമകളിലുള്ള സെക്ഷലും വൾഗറും വയലൻസുമായ കാര്യങ്ങളെയാണ് സെൻസറിലൂടെ ഒഴിവാക്കുന്നത്. ജാതി, മതം എന്നിവയെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചുമുള്ള എക്സ്ട്രീം സീൻസുകളും ഡയലോഗ്സുകളും സെൻസർ ചെയ്യുന്നതാണ്. ഒരു സിനിമ കണ്ട് ഓഡിയൻസിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ട്രിഗർ ചെയ്യാതിരിക്കാനാണ് സെൻസർ. പക്ഷേ ഇപ്പോഴത്തെ ടൈമിൽ സെൻസർ ബോർഡ് ആർക്കോ വേണ്ടി പണിയെടുക്കുന്നതായി തോന്നി, റൂളിംഗ് പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായി തോന്നി എന്നാണ് ഉദ്ദേശിച്ചത്. നാഷണൽ അവാർഡിന്റെ കാര്യത്തിലും അത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നി. അത്രമാത്രം വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടും ആടുജീവിതത്തിന് പൃഥ്വിരാജിന് അവാർഡ് ലഭിക്കാതെ പോയതാണ് വലിയ എക്സാമ്പിൾ. റൂളിംഗ് പാർട്ടിയുടെ ഭരണത്തിനും പൊളിറ്റിക്കലായ ഐഡിയോളജീസിനും എഗെയിൻസ്റ്റായി ഒരു സിനിമകളും വരരുത് എന്നതാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ മോട്ടീവ് എന്ന് തോന്നിപ്പോയി. ഒരു സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പറഞ്ഞ സെൻസർ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചാണ്. പക്ഷേ ഒരു സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ച് ഏതാണ്ട് 60 മുതൽ 67 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ് പതിവ്. മിനിമം ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ടും അത് കിട്ടിയേക്കാം. സെൻസർ സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് 4 തരത്തിലാണ്. ഒന്ന് യൂണിവേഴ്സൽ അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നത്. രണ്ടാമത് UA യൂണിവേഴ്സൽ വിത്ത് പാരന്റൽ ഗൈഡൻസ്. മൂന്നാമത് A അഡൽട്സ് ഓൺലി. ഇതിൽ U സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഓൾ ഏജ് കാറ്റഗറിക്ക് കാണാൻ പറ്റിയ ഒരു സർട്ടിഫിക്കേഷനാണ്. രണ്ടാമത് UA എന്ന് പറയുന്നത് യൂണിവേഴ്സൽ വിത്ത് പാരന്റൽ ഗൈഡൻസോട് കൂടി കാണാൻ പറ്റുന്ന സിനിമകളാണ്. A എന്ന് പറയുന്നത് അഡൽട്സ് ഓൺലി, 18 വയസ്സിന് മുകളിലുള്ള മാത്രം കാണാൻ പറ്റുന്ന സർട്ടിഫിക്കേഷനാണിത്. S എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഓഡിയൻസ്, അതായത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ തുടങ്ങിയ ഗ്രൂപ്പിന് മാത്രം കാണാവുന്ന സർട്ടിഫിക്കേഷനാണ് S എന്ന് പറയുന്നത്. പിന്നെ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രമല്ല, റിലീസിന് ശേഷവും എങ്ങാനും വല്ല സീനുകളും ഇത്തരത്തിൽ ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റായി വന്നാലും സെൻസർ ചെയ്യും. അതിന് ഉത്തമ ഉദാഹരണമാണ് എമ്പുരാൻ എന്ന സിനിമ. മെയിനായിട്ട് ഇന്നത്തെ സെൻസറിൽ പൊളിറ്റിക്കൽ പവറും മണി പവറും നന്നായി കാണാം. അതുകൊണ്ട് തന്നെയാണ് സിനിമകൾക്കെതിരെ ഫേക്കായ കേസുകൾ മറ്റും ഫയൽ ചെയ്യുന്നതും സെൻസറിങ് നടത്തുന്നതും. ഇക്കാലത്ത് മാക്സിമം എല്ലാ സിനിമാക്കാരും അവരുടെ സിനിമയ്ക്ക് U സർട്ടിഫിക്കേഷൻ അഥവാ യൂണിവേഴ്സൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ടാണ് ശ്രമിക്കുക. സോ നിങ്ങൾ വിചാരിക്കും U സർട്ടിഫിക്കേഷൻ ലഭിച്ചാൽ വൈഡ് ഓഫ് ഓഡിയൻസിനെ കവർ ചെയ്യാം അല്ലെങ്കിൽ എല്ലാ ഏജ് കാറ്റഗറിക്കും കാണാമെന്ന്. പക്ഷേ അതല്ല. U സർട്ടിഫിക്കേഷൻ ലഭിച്ചാൽ ടാക്സ് ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. സോ ഒരു വലിയൊരു തുക ടാക്സ് കൊടുക്കാതിരിക്കാൻ ഒഴിവാക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് U സർട്ടിഫിക്കേഷന്. പണം കൊടുത്ത് സെൻസർ ബോർഡിനെ സ്വാധീനിച്ചും U സർട്ടിഫിക്കേഷൻ കൈക്കലാക്കുന്ന പരിപാടികളും നടക്കുന്നുണ്ട്. കൈക്കൂലിയാണ് തീരുമാനിക്കുന്നത് അവരുടെ പടത്തിന് ഏത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന്. സോ പണവും രാഷ്ട്രീയ പിടിപാടും ഉണ്ടെങ്കിൽ ആഗ്രഹിച്ച കാറ്റഗറിയിൽ സെൻസർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ കഴിയും എന്നതാണ് സത്യം. ഇങ്ങനെ സെൻസർ ചെയ്യുന്നത് സിനിമകൾക്ക് മാത്രമല്ല തിയേറ്ററിൽ സ്ട്രീം ചെയ്യുന്ന പരസ്യങ്ങൾക്ക് പോലും ഉണ്ടെന്നതാണ് സത്യം. പിന്നെ സെൻസറിങ് കൊണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുക പ്രൊഡ്യൂസർ തന്നെയാവും. കാരണം ജനനായകൻ പോലുള്ള പടങ്ങൾ തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ ഷെയറും അഡ്വാൻസും ഉൾപ്പെടെ വാങ്ങിച്ചാണ് റിലീസിനൊരുങ്ങുന്നത്. അങ്ങനെ ഇരിക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും വരെ പ്രൊഡ്യൂസേഴ്സിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് 1 മാസം തന്നെ പോയി എന്ന് പറയാം. കൂടാതെ ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരിയിൽ തന്നെ OTT റിലീസ് ചെയ്യാനുള്ള പ്രഷറും കാണുന്നതായി തോന്നി. എന്താണ് ഇനി സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക? ഇലക്ഷൻ ഡേറ്റ് കൂടി അനൗൺസ് ചെയ്താൽ റിലീസ് ഉണ്ടാവില്ലേ? അപ്പോൾ ഉറപ്പായും OTT വരുമോ എന്ന ചോദ്യങ്ങളാണ് എല്ലാവർക്കും. സോ പൊളിറ്റിക്കൽ പ്രഷർ തന്നെയാണ് ഇതിന് പുറകിൽ നിന്ന് വളരെ ക്ലീൻ ആണ്. സെൻസർ ബോർഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.